ഹായ് എവ്രി വൺ. നമ്മളിനി നോക്കാൻ പോകുന്നത് നമ്മുടെ 9ാമത്തെ പാർട്ടായിട്ടുള്ള വിഷ്വലൈസിങ് ദ നേഷൻ എന്ന് പറയുന്നതാണ്. വളരെ എളുപ്പമാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട് പഠിക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പാർട്ടുകളിലൊക്കെ നമ്മൾ നോക്കിയത് യൂറോപ്പ് ഒരു നേഷൻ സ്റ്റേറ്റ് ആവുകയാണ് അല്ലേ. പല രാജഭരണങ്ങൾ അത് ഇതിനൊക്കെ എന്ത് ചെയ്തു, അവർ സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ അവർ രാഷ്ട്രത്തിനെ അവർ സ്വന്തമായിട്ട് കെട്ടിപ്പടുത്ത് അവരുടെ രാഷ്ട്രത്തെ അവർ എന്ത് ചെയ്യാണ്, അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വിഷ്വലൈസ് ചെയ്യുന്നു, രാഷ്ട്രത്തെ അവർ വിഷ്വലൈസ് ചെയ്യും. എങ്ങനെ രൂപമില്ലാത്ത ആശയത്തെ രൂപമുള്ളതാക്കിയിട്ട് അവർ മാറ്റുകയാണ്. അങ്ങനെ ചെയ്യുന്ന എങ്ങനെയാണ്, 18-19 നൂറ്റാണ്ടുകളിൽ 18-19 നൂറ്റാണ്ടുകളിൽ ആർട്ടിസ്റ്റുകൾ രാഷ്ട്രത്തെ മനുഷ്യരൂപത്തിൽ എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ രൂപത്തിൽ. ഇപ്പം നമുക്കറിയാം, നമ്മൾ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ മാതൃരാജ്യം, നമ്മുടെ ഭാരതാംബ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാണുന്നുണ്ട്. അതുപോലെ തന്നെ മിക്ക രാജ്യങ്ങളും, കൂടുതലായിട്ടും രാജ്യങ്ങളിൽ സ്ത്രീ രൂപത്തിലാണ് രാജ്യത്തെ എന്ത് ചെയ്തത്, പ്രതിനിധാനം ചെയ്തത്. രാജ്യത്തെ സ്ത്രീ രൂപത്തിലാണ് കൂടുതലായിട്ടും പെർസോണിഫൈ ചെയ്തത്. സ്ത്രീയെ ദേശീയ രൂപമായിട്ട് കാണുക. ഇത് യഥാർത്ഥ സ്ത്രീകളെ അല്ല സൂചിപ്പിക്കുന്നത്, പകരം എന്താണ്, രാഷ്ട്രത്തിന്റെ ആശയത്തിനെ ഒരു സാങ്കല്പികമായിട്ട്, ഒരു അലഗറി ആയിട്ട് അവരെന്ത് ചെയ്യുന്നു, പ്രതിനിധാനം ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീകമായിട്ട് കാണുകയാണ്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് സ്വാതന്ത്ര്യം, നമുക്കറിയാം ഫ്രാൻസിൽ എന്തായിരുന്നു, ലിബർട്ടിക്കും ജസ്റ്റിസ്, റിപ്പബ്ലിക്, അതുപോലെയുള്ള കാര്യങ്ങൾക്കാണല്ലോ. ഇങ്ങനെയുള്ള ആശയങ്ങളെ അവരൊരു സ്ത്രീയുടെ രൂപത്തിൽ പ്രതിനിധാനം ചെയ്യുവാണ്. അതിനെന്താണ് വിളിക്കുന്നത്, ദീസ് ഐഡിയൽസ് were represented through specific object or symbols. You will recall that during the French Revolution, artists used the female allegory to portray ideas such as the liberty, justice and the republic. അങ്ങനെ അവർ പ്രതിനിധാനം ചെയ്ത ആ ഒരു അലഗറി അല്ലെങ്കിൽ ആ ഒരു രൂപമാണെന്ത്, എന്താണ് അതിനെ വിളിക്കുന്നത്, മറിയാൻ അല്ലെ. മറിയാൻ എന്നുള്ളൊരു രൂപത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു പേരിലാണ് അവരതിനെ വിളിക്കുന്നത്. സോ ക്ലിയർ, മറിയാൻ ഈസ് ദി അലോഗറിക്കൽ ഫീമെയിൽ ഫിഗർ റെപ്രസെന്റിങ് ദി ഫ്രഞ്ച് റിപ്പബ്ലിക്. ക്ലിയർ ആണല്ലോ. അതെന്തായിരുന്നു, മറിയാൻ ഈസ് ദ അലഗോറിക്കൽ ഫീമെയിൽ figure representing the French Republic, symbolizing liberty, equality, fraternity and reason. She is the national emblem of France. ഇവരെന്തായിരുന്നു, ഫ്രാൻസിന്റെ നാഷണൽ എംബ്ലം ആയിരുന്നു. ക്ലിയർ ആണല്ലോ. അങ്ങനെ തന്നെ ഫ്രാൻസിൽ മാത്രമല്ല ഉണ്ടായിരുന്നത്, പിന്നെ എവിടെയാ, ജർമ്മനിയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ആളാരായിരുന്നു, ഫ്രാൻസിലുണ്ടായിരുന്നതാണ് നമ്മൾ പറഞ്ഞ അലഗറി ആയിട്ട് വിളിച്ചിരുന്നത്. എന്താണ്, വിപ്ലവകാലത്ത് ലിബർട്ടി, ചുവന്ന ക്യാപ്പൊക്കെ ധരിച്ചിട്ടുള്ള ഒരു യുവതിയുണ്ട്. പിന്നെ വന്നിട്ട് അടുത്ത റെപ്രസെൻറ്റേഷൻ, ഫ്രാൻസിലുണ്ടായിരുന്നത് മറിയാൻ ആയിരുന്നെങ്കിൽ ഒരു പോപ്പുലർ ക്രിസ്ത്യൻ നെയിമാണ്, അന്നത്തെ ഒരു പോപ്പുലർ ക്രിസ്ത്യൻ നെയിമാണ് ഫ്രാൻസിലത്തെ, വിച്ച് അണ്ടർലൈൻ ദി ഐഡിയ ഓഫ് എ പീപ്പിൾസ് നേഷൻ. ഇത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പീപ്പിൾസ് നേഷനെ പറ്റി ഒരു ഐഡിയ തരികയാണ്. എന്താണ് ഇതിൻ്റെ, ഒരു ലിബർട്ടി, ഒരു ചുവന്ന ക്യാപ്പ് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ലിബർട്ടീനെയാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ. പിന്നെന്തൊക്കെയാണുള്ളത്, ചുവന്ന ക്യാപ്പ് മാത്രമല്ല, ഒരു ബ്രോക്കൺ ചെയിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റിസ്, കണ്ണ് കെട്ടിയ സ്ത്രീ കയ്യിൽ തുലാസുമായിട്ടാണ് നിൽക്കുന്ന, അതൊക്കെ അവരുടെ ഒരു എന്താണ്, സിമ്പിൾസ് ആണ്. ഫ്രാൻസിൽ ഈ സ്ത്രീയെ മറൈൻ എന്ന് വിളിച്ചു, അതായത് ഈ പറയുന്ന രൂപത്തിലുള്ളത് ഫ്രാൻസിൽ നമ്മൾ വിളിച്ചു, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മറൈൻ്റെ രൂപം, ചുവന്ന ക്യാപ്പ്, ത്രിവർണ്ണ പതാക, ഫ്രാൻസ് വിപ്ലവത്തിൻ്റെ ചിഹ്നം, ഇതൊക്കെയായിരുന്നു ഫ്രാൻസിൻ്റെ അലഗറി. ഇസ് ഇറ്റ് ക്ലിയർ? നമ്മളൊരു രാജ്യത്തിനെ ഒരു സ്ത്രീയായിട്ട് പ്രതിനിധാനം ചെയ്യുന്നു, അതിന് നമ്മൾ ഓരോ സവിശേഷതകൾ കൊടുക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ ഫ്രാൻസിൽ പറയാണ്. ഫ്രാൻസിൽ പറയാനാണെങ്കിൽ അത് നമ്മൾ ജർമ്മനിയിലേക്ക് വരുമ്പോൾ അത് എന്താവുകയാണ്, ജർമ്മേനിയ ആയിട്ട് സങ്കല്പിക്കുന്നു. ജർമ്മനിയിൽ ദേശീയ രൂപമായിട്ട് ജർമ്മേനിയനെയാണ് സ്വീകരിക്കുന്നത്. ജർമ്മനിയുടെ പ്രത്യേകത എന്താ, തലയിൽ ഓക്ക് ഇലകളുടെ കിരീടമാണ്. ഓക്കെ, തലയിൽ ഓക്ക് ഇലകളുടെ കിരീടം ധരിക്കും. കാരണം ജർമ്മനിയിൽ ഓക്ക് എന്ന് പറയുന്നത് ഒരു വീരത്വത്തിൻ്റെ ചിഹ്നമായിട്ടാണ് അവർ അംഗീകരിച്ചിരുന്നത്. പിന്നെ അവരുടെ പ്രതീകങ്ങൾ എന്താണ്, ബ്രോക്കൺ ചെയിൻ ഉണ്ട്. ബ്രോക്കൺ ചെയിൻ മീൻസ് അടിമത്തത്തിൽ നിന്നുള്ള വിമോചനത്തിനെ അത് സൂചിപ്പിക്കുന്നു. പിന്നെ അവരുടെ ബ്രസ്റ്റ് പ്ലേറ്റിൽ ഒരു ഈഗിളിൻ്റെ ചിത്രമുണ്ട്. ജർമ്മൻ സാമ്രാജ്യത്തിൻ്റെ ശക്തിയാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കിലകളുടെ കിരീടം, അത് വീരന്മാരെന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. സ്വാഡ്, പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പാണ്. വാളിന് ചുറ്റും ഒലീവ് ശാഖ,
അതായത് വാളിന് ചുറ്റും ഒലീവ് ശാഖ. നിങ്ങൾക്ക് ആ പിക്ചർ കാണുമ്പോൾ കാണുന്നുണ്ടല്ലോ, വാളിന് ചുറ്റും ഒരു ഒലീവ് ഇല. അതെന്താണ്? അതെന്താ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം വരുത്താനുള്ള മനോഭാവം. പിന്നെ അവരുടെ പതാകയായിട്ടുള്ള കറുപ്പ് ചുവപ്പ് ത്രിവർണ്ണ പതാക, കറുപ്പും ചുവപ്പും ഒക്കെയുള്ള ത്രിവർണ്ണ പതാക അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? 1848 ലിബറൽ ദേശീയവാദികളുടെ പതാകയായിരുന്നു. പിന്നെന്താ? ഉദയ സൂര്യനുണ്ട് അതിനകത്ത്. എന്താ ഉദയ സൂര്യൻ എന്താ കാണിക്കുന്നത്? റേസ് ഓഫ് റൈസിങ് സൺ, പുതിയ കാലഘട്ടത്തിൻ്റെ തുടക്കമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പേജ് ഫിഗർ 17 നോക്കുകയാണെങ്കിൽ ജർമ്മേനിയ ഫിലിപ്പ് ആണല്ലോ. നമ്മൾ 1848 നമ്മൾ പറഞ്ഞു ദേശീയ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമാണെന്ന് പറഞ്ഞു. പിന്നെ ഫിഗർ 16 എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു പോസ്റ്റേജ് സ്റ്റാമ്പാണ്. ആരുടെ? മറീനയുടെ ഒരു പോസ്റ്റേജ് സ്റ്റാമ്പാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. റിപ്പബ്ലിക് ഓഫ് ഫ്രാൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണത്. ഇനി ബോക്സ് 3 പേജ് നമ്പർ 24 ബോക്സ് 3 കൊടുത്തിട്ടുണ്ട്. ബോക്സ് 3 നമുക്കറിയാവുന്ന, അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബ്രോക്കൺ ചെയിൻ സൂചിപ്പിക്കുന്നത് എന്തിനാണ്? ഫ്രീഡത്തെയാണ്. ഫ്രീഡം ആകും, നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്നു. ക്ലിയർ ആണല്ലോ. ബ്രസ്റ്റ് പ്ലേറ്റ് വിത്ത് ഈഗിൾ അതെങ്ങനെ സൂചിപ്പിക്കുന്നു? ജർമ്മൻ എംപയർ സ്ട്രെങ്ത്, ജർമ്മൻ സാമ്രാജ്യത്തിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്നു. ക്രൗൺ ഓഫ് ഓക്ക് ലീവ്സ് അതെന്തിനെ സൂചിപ്പിക്കുന്നു? ഹീറോയിസത്തെ സൂചിപ്പിക്കുന്നു. സ്വാർഡ് റെഡിനെസ് ടു ഫൈറ്റ്, യുദ്ധം അതെന്താ? നമ്മൾ തയ്യാറാണ് യുദ്ധം ചെയ്യാനായിട്ട് അല്ലേ. ഒലീവ് ബ്രാഞ്ച് അറൗണ്ട് ദ സ്വാർഡ്, വില്ലിംഗ്നെസ് ടു മേക്ക് പീസ്. ബ്ലാക്ക് റെഡ് ആൻഡ് ഗോൾഡ് ട്രൈകളർ, ഫ്ലാഗ് ഓഫ് ദ ലിബറൽ നാഷണലിസ്റ്റ് ഇൻ 1848 ബാൻഡ് ദി ഡ്യൂക്ക് ഓഫ് ദി ജർമ്മൻ സ്റ്റേറ്റ് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. റേസ് ഓഫ് ദി റൈസിംഗ് സൺ ഈസ് ബിഗിനിങ് ഓഫ് എ ന്യൂ എറ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സ് 3 പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഫിഗർ 19 നോക്കുകയാണെങ്കിൽ ഫിഗർ 19 അതിന് മുമ്പ് നമുക്കൊരു ഫിഗർ 18 ഉണ്ട്. ദ ഫാൾ ഇൻ ജർമ്മേനിയ, ജൂലിയസ് ഹബ്നർ 1850. എന്താണ്? ജൂലിയസ് ഹബ്നർ വരച്ച ഒരു ചിത്രമാണത്. 1850 ജൂലിയസ് ഹബ്നർ വരച്ച ചിത്രമാണ് ജർമ്മേനിയ, ദ ഫാൾ ഇൻ ജർമ്മേനിയ. ആ പെയിന്റിങ്ങിൽ പറയുന്ന 1848 ജർമ്മൻ സംസ്ഥാനങ്ങളിലെ വിപ്ലവങ്ങളുടെ പരാജയത്തെയാണത് പ്രതിനിധാനം ചെയ്യുന്നത്. 1848 ജർമ്മൻ സംസ്ഥാനങ്ങളിലെ വിപ്ലവങ്ങളുടെ പരാജയത്തെ, അക്കാലത്തെ പൊളിറ്റിക്കൽ ഡിസപ്പോയിൻമെൻറ്റിൻ്റെയും അടിച്ചമർത്തലുകളെയും പ്രതിഫലിപ്പിക്കുന്നതാണ് എന്ത്? ആ ചിത്രം, ദ ഫോളൻ ജർമ്മേനിയ. ഇനി നമ്മൾ ഫിഗർ 19 വരുമ്പോൾ കാണുന്നത് ജർമ്മേനിയ ഗാർഡിംഗ് ദി റൈൻ 1860 1816. അതായത് ജർമ്മേനിയ വാളും കവചവും കയ്യിൽ പിടിച്ച് റൈൻ നദിയെ കാക്കുന്നു. ജർമ്മൻ വാൾ എന്തിനെ സംരക്ഷിക്കുന്നു? ആ നദിയെ സംരക്ഷിക്കുന്നു എന്നും കൂടി എഴുതിയിരിക്കുകയാണ്. ഇത്രയാണ് നമ്മുടെ വിഷ്വലൈസിങ് നേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈസിയാണ്. ചിത്രങ്ങളിലേക്ക് നോക്കുക. അതിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ആ താഴത്തെ ബോക്സുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പാർട്ടിൽ നമുക്ക് നാഷണാലിസം ആൻഡ് ഇമ്പീരിയലിസം നോക്കാം. ഓക്കെ, താങ്ക് യു.